ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സാധാരണ നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. സാധാരണ ജോലികൾക്കിടയിലും ദൈവം അനുഗ്രഹം വർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ കൊച്ചുലേസ്യ പറയുന്നു, ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തെ ശ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റീന ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ മുഴുകി ഞാൻ എൻ്റെ ദൈവാനുഭവം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഇടവേളകളിലെല്ലാം ഞാൻ സക്രാരിയിലെ ദിവ്യനാഥനെ സന്ദർശിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 8-ാം തിരുവചനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു എല്ലാം ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടുത്തെ കരുണ നമുക്ക് ലഭിക്കാൻ നാം നമ്മെ തന്നെ തുറന്നു കൊടുക്കുന്നുണ്ടോ? ഒന്ന് പരിശ്രമിച്ചാലോ. കരുണക്കൊന്ത, ദൈവത്തോടുള്ള സംസാരം, ഇതൊക്കെ ദൈവത്തെ സന്തോഷിപ്പിക്കും. നമുക്ക് ദൈവത്തെ ശ്രവിക്കാം, കാതോർക്കാം. ദൈവമേ, ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും പ്രാർത്ഥനാ ചൈതന്യം അങ്ങ് നിക്ഷേപിക്കണമേ. അങ്ങേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.